ഡിയർ സ്റ്റുഡൻസ്, ബിസിനസ് റെഗുലേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ദി ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 എന്ന ഈ ഒരു ആക്ടിനെ കുറിച്ചിട്ടാണ്. നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഇവിടെ പരിചയപ്പെടാനുള്ളത് ഈ ഒരു ആക്ട് എന്താണ് എന്നുള്ളതും ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് എന്താണ് എന്നതുമാണ്. നമ്മൾ അറിയാവുന്നതാണ്, ദിനേന നമ്മൾ ഒരുപാട് രീതിയിലുള്ള എഗ്രിമെൻറ്റുകളിലോ അതുപോലെ തന്നെ കോൺട്രാക്റ്റുകളിലോ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ പ്രാവർത്തികമാക്കുന്നുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സിസ്റ്റമാറ്റിക് ആയിട്ടൊന്ന് മനസ്സിലാക്കുക, പഠിക്കുക എന്നുള്ളതാണ് ദി ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 എന്ന് പറയുന്ന ഈ ഒരു ആക്ട് പഠിക്കുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ടോപ്പിക്കിലേക്ക് വരാം. ഇന്ത്യയിൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ഇൻവോൾവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത് കണ്ടെയ്ൻ ചെയ്യുന്നതായിട്ടുള്ള ആക്റ്റാണ് യഥാർത്ഥത്തിൽ ദി ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 എന്നുള്ളത്. In India, the law relating to contract is contained in the Indian Contract Act 1872. The act came into force on the first day of September 1872 and it applies to the whole of India except the state of Jammu and Kashmir. അപ്പോൾ ഇന്ത്യയിൽ ഈ ഒരു ആക്ട് എൻഫോഴ്സ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വരുന്നത് 1872 സെപ്റ്റംബർ 1 ദി ഫസ്റ്റ് ഡേ ഓഫ് സെപ്റ്റംബർ 1872. ഇത് ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ് എക്സെപ്റ്റ് ദി സ്റ്റേറ്റ് ജമ്മു ആൻഡ് കാശ്മീർ. ഇപ്പോൾ നമുക്കറിയാവുന്നതാണ്, ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് 2 സ്റ്റേറ്റുകളായിട്ട് വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും പല ആക്റ്റുകളെക്കുറിച്ചും നമ്മൾ പഠിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ നമ്മൾ കാണാനായിട്ട് പറ്റും. എക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ചില സ്റ്റേറ്റുകളെ മാറ്റി നിർത്തിയതായിട്ട് കാണാം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത്തരം സ്റ്റേറ്റുകളിൽ ഇതിന് പാരലായിട്ടുള്ള പല ആക്റ്റുകളും അവിടെ ഉണ്ടായിരിക്കാം. അത് പ്രത്യേകമായിട്ടുള്ള ചില കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നു എന്നതൊഴിച്ചാൽ, പ്രത്യേകമായിട്ട് പരിഗണന കൊടുക്കുന്നു എന്നതൊഴിച്ചാൽ മറ്റ് പ്രത്യേകതകളൊന്നും ഇതിന് ഇല്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് ജമ്മു ആൻഡ് കാശ്മീർ ഒഴികെയുള്ള ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെ ബാധകമായിട്ട് വരുന്ന ആക്റ്റാണ്. The Indian Contract Act may be divided into 2 parts. Part 1, Section 1 to 75. Part 2, Section 124 to 238. അപ്പോൾ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിനെ നമ്മൾ പ്രധാനമായിട്ടും 2 ഭാഗങ്ങളാക്കിയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പാർട്ട് 1, പാർട്ട് 2. Part 1, Section 1 to 75 deals with general principles of contract. Part 2, Section 124 to 238 deals with special type of contract such as contract of indemnity and guarantee, contract of bailment and pledge, contract of agency. അപ്പോൾ ഈ 2 പാർട്ടുകളിലായിട്ടാണ് നമ്മളുടെ ഇന്ത്യൻ കോൺട്രാക്റ്റ്
ആക്ട് എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്ത് കിടക്കുന്നത്. അതിൻ്റെ ഒന്നാമത്തെ പാർട്ട് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രാക്റ്റ്, അഥവാ ഏത് തരത്തിലുള്ള ഒരു കോൺട്രാക്റ്റിനകത്ത് ഏർപ്പെടുമ്പോഴും നമ്മൾ പാലിക്കപ്പെടേണ്ടതായിട്ടുള്ള ജനറൽ പ്രിൻസിപ്പിൾസ് ആണ് ഫസ്റ്റ് പാർട്ട്, അഥവാ സെക്ഷൻ 1 to 75 വരെയുള്ള ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 2 സെക്ഷൻ 124 to 238 ഡിസ്കസ് ചെയ്യുന്നത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റുകളെ കുറിച്ചിട്ടാണ്. അഥവാ നമ്മൾ പരാമർശിച്ചതായിട്ടുള്ള ഇൻഡംനിറ്റി, ഗ്യാരണ്ടി, ബെയിൽമെൻറ്റ്, പ്ലഡ്ജ്, ഏജൻസി, ഇങ്ങനെയുള്ള 5 സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റുകളെ കുറിച്ചിട്ടാണ് പാർട്ട് 2 ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇന്ത്യയിലുള്ള എല്ലാ തരത്തിലുള്ള എൻറ്റയർ ലോ ഓഫ് കോൺട്രാക്റ്റും ഈ പറയുന്ന ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റ് ആണ്, അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് എന്ന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യരുത്, ചിന്തിക്കാനായിട്ട് പാടില്ല. ഇന്ത്യയിൽ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിനകത്ത് വരുന്നുണ്ടെങ്കിൽ പോലും ചില രീതിയിലുള്ള കോൺട്രാക്റ്റുകൾ അല്ലെങ്കിൽ എഗ്രിമെൻറ്റുകൾ ഇന്ന് വ്യത്യസ്ത പേരുകളിലുള്ള ആക്റ്റുകളിലാണ് എന്ത് ചെയ്യപ്പെടുന്നത്, അറിയപ്പെടുന്നത് അല്ലേ. ഈ പറയുന്ന ഭാഗത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പാർട്ട് 1-നകത്തും പാർട്ട് 2-കകത്തും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് 2 വ്യക്തികൾ തമ്മിലുള്ള അല്ലെങ്കിൽ 2-ൽ കൂടുതൽ ആളുകൾ തമ്മിലുള്ള എഗ്രിമെൻ്റ് അടിസ്ഥാനത്തിൽ രൂപീകരിക്കുന്നതാണ്. ഇത് കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് ആണ്. അതുപോലെ തന്നെ സെയിൽ ഓഫ് ഗുഡ്സ്, നമ്മൾ കടകളിലൊക്കെ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് അല്ലേ. അവിടെ ബയറും സെല്ലറും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് നടക്കുന്നുണ്ട്. ഇത് വരുന്നത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്ന് പറയുന്ന ആക്ടിനകത്താണ്. അതുപോലെ തന്നെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട്, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ചില ആക്റ്റുകളെ നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി ഇവയെല്ലാം ഒരു കാലത്ത് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ ഭാഗമായിരുന്നു. പിൽക്കാലത്ത് പിന്നീട് എന്ത് ചെയ്തു, ഇതിനകത്ത് നിന്ന് വേർതിരിഞ്ഞ് പുതിയ ആക്റ്റുകളാക്കിയിട്ട് മാറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമുക്ക് ബാക്കി ഭാഗത്തേക്ക് വരാം. എന്താണ് കോൺട്രാക്റ്റ് അല്ലേ? കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് എന്താണ്, ഇതാണ് നമുക്ക് ഇതിനകത്ത് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താണ് കോൺട്രാക്റ്റ്? ആ ഒരു ഭാഗത്തേക്ക് പോകുന്നതിൻ്റെ മുന്നേ നമുക്കതിൻ്റെ ഡെറിവേഷൻ ഒന്ന് മനസ്സിലാക്കാം. ദി വേർഡ് കോൺട്രാക്റ്റ് ഈസ് derived from the Latin word contractum, which means drawn together. It denotes a drawing together the mind of 2 or more persons to form a common intention giving rise to an agreement. വേർഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് എവിടെ നിന്നാണ്? ലാറ്റിൻ വേർഡായിട്ടുള്ള കോൺട്രാക്റ്റം, CONTRACTUM, സ്പെല്ലിംഗ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. കോൺട്രാക്റ്റം വിച്ച് മീൻസ് ഡ്രോൺ ടുഗദർ. ഓക്കെ, ഒരുമിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ള ആ ഒരു അർത്ഥം വരുന്ന കോൺട്രാക്റ്റം എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിനകത്ത് നിന്നാണ് കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഉണ്ടായിട്ടുള്ളത്. ഈ പറയുന്ന ഡ്രോൺ ടുഗദർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 അതിൽ കൂടുതലോ ആളുകളുടെ മൈൻഡ്, അഥവാ അവരുടെ ആ ഒരു സമ്മതം ഒരു കോമൺ ഇൻറ്റൻഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അഥവാ 2 ആളുകളും ഒരേ രീതിയിൽ ചിന്തിക്കുന്നിടത്ത് മാത്രമേ എഗ്രിമെൻ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എക്സാമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ, എ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ബൈക്ക് വിൽക്കാനുണ്ട്. അപ്പോൾ അയാളുടെ ബൈക്ക് ഒരു 20,000 രൂപക്ക് നൽകാം എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് എത്തുന്നു. ബി എന്ന് പറയുന്ന ആൾ 20,000 രൂപക്ക് അത് വാങ്ങിക്കാമെന്നും പറയുന്നു. ഓക്കെ, ഈ 2 വ്യക്തികളും പരസ്പര ധാരണയിൽ എത്തുന്നത് എവിടെയാണ്? 20,000 രൂപക്ക് ബൈക്ക് കൊടുക്കാമെന്ന് എയും 20,000 രൂപക്ക് ബൈക്ക് വാങ്ങിക്കാമെന്ന് ബിയും, ആ 2 പേരും സെയിം ഇൻറ്റൻഷനിലേക്ക് എത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവിടെ എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ പരസ്പരം കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുവരുന്ന ആ ഒരു ടേമാണ് യഥാർത്ഥത്തിൽ
കോൺട്രാക്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 or more persons. 2 അതിൽ കൂടുതലോ ആളുകൾ തമ്മിലുള്ള ആ ഒരു എഗ്രിമെൻ്റ് ആണ് കോൺട്രാക്റ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് പറയാം. എന്നാൽ എല്ലാ സമയത്തും അത് കോൺട്രാക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ? അവിടെ കോൺട്രാക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ചില രീതിയിലുള്ള ഘടകങ്ങൾ അല്ലെങ്കിൽ എലമെൻറ്റ്സ് കൂടി അവിടെ പാലിക്കപ്പെടുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ, യഥാർത്ഥത്തിലുള്ള ഒരു കോൺട്രാക്റ്റ് ആയിട്ട് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പ്രകാരമുള്ള ഒരു കോൺട്രാക്റ്റ് ആയിട്ട് പരിഗണിക്കപ്പെടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിന് കോൺട്രാക്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത് എന്ന് നോക്കാം. ഡെഫിനിഷൻ ഓഫ് കോൺട്രാക്റ്റ്. സെക്ഷൻ 2 ഓഫ് എച്ച് of the Indian Contract Act defines the term contract as an agreement which is enforceable at law is contract. An agreement which is enforceable at law is contract. 2 കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, സെക്ഷൻ 2 ഓഫ് എച്ച് അല്ലേ, ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ സെക്ഷൻ 2 ഓഫ് എച്ച് ആണ്, അല്ലെങ്കിൽ സെക്ഷൻ 2 സബ്സെക്ഷൻ എച്ച് ആണ് കോൺട്രാക്റ്റ് എന്ത് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി എന്താ ഡിഫൈൻ ചെയ്തത്? ആൻ അഗ്രിമെൻറ്റ് വിച്ച് ഈസ് എൻഫോഴ്സബിൾ അറ്റ് ലോ ഈസ് കോൺട്രാക്റ്റ്. ഒരു അഗ്രിമെൻറ്റ് അതിനെന്തുണ്ട്? എൻഫോഴ്സിബിലിറ്റി ഉണ്ട് അല്ലേ, ഇൻ ഫ്രണ്ട് ഓഫ് ദി കോർട്ട് അതിന് ലീഗാലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്തെന്ന് പറയാം? കോൺട്രാക്റ്റ് എന്ന് പറയാം എന്നുള്ളതാണ് സെക്ഷൻ 2 ഓഫ് എച്ച് ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്. Therefore, a contract essentially consists of 2 elements. First one, agreement. Second one, enforceability. അല്ലേ? അപ്പോൾ 2 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വരുന്നത്. ഒന്നാമത്തെ എന്താണ്? എഗ്രിമെൻ്റ് ആണ്. രണ്ടാമത്തത് എൻഫോഴ്സിബിലിറ്റി ആണ്. എന്താണ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെക്ഷൻ 2 ഓഫ് ഇ defines an agreement as every promise and every set of promise forming consideration for each other is an agreement. Every promise and every set of promise forming consideration for each other is an agreement. എല്ലാ തരത്തിലുള്ള പ്രോമിസ് അല്ലേ, എല്ലാ പ്രോമിസും അല്ലെങ്കിൽ എല്ലാ സെറ്റ് പ്രോമിസും പരസ്പരം കൺസിഡറേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം? എഗ്രിമെൻ്റ് എന്ന് പറയാം. 2 ആളുകൾ തമ്മിൽ എഗ്രിമെൻ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ 2 പാർട്ടീസിനും എന്ത് കിട്ടണം? അവരുടേതായിട്ടുള്ള ഒരു കൺസിഡറേഷൻ കിട്ടണം. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലേക്ക് വരികയാണ്. എ എന്ന് പറയുന്ന ആൾ ബൈക്ക് വിൽക്കാനായിട്ട് തീരുമാനിക്കുന്നു, ബി അത് വാങ്ങിക്കാൻ തീരുമാനിക്കുന്നു അല്ലേ. നമ്മൾ പറഞ്ഞു 20,000 രൂപക്കാണ് ബൈക്ക് വിൽക്കുന്നത്, ബി വാങ്ങിക്കുന്നത് 20,000 രൂപക്കാണ്. എ എന്ന് പറയുന്ന ആൾക്കുള്ള കൺസിഡറേഷൻ ബിയുടെ കയ്യിൽ നിന്നും 20,000 രൂപ ലഭിക്കുമെന്നുള്ളതാണ്. ബി എന്ന് പറയുന്ന ആൾക്കുള്ള കൺസിഡറേഷൻ 20,000 രൂപ നൽകുന്നതിന് പകരമായിക്കൊണ്ട് ബൈക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ഇങ്ങനെ 2 പാർട്ടീസിനും കൺസിഡറേഷൻ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്? എഗ്രിമെൻ്റ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇൻ അതർ വേർഡ്സ്, ആൻ എഗ്രിമെന്റ് ഈസ് ഫോംഡ് വേർ one party make the proposal and the other party accept it. അപ്പോൾ അവിടെ നമ്മൾ ഒരു എഗ്രിമെൻ്റ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പാർട്ടി അയാൾ എന്ത് ചെയ്യണം? പ്രപ്പോസൽ നൽകണം അല്ലേ. എന്താ പ്രപ്പോസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാര്യം ചെയ്യുമെന്നോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടോ ഉള്ള അയാളുടെ ആ ഒരു സിഗ്നിഫിക്കൻസ് വില്ലിങ്നെസ് മറ്റൊരാളിനെ അറിയിക്കുന്നതാണ് യഥാർത്ഥത്തിൽ പ്രപ്പോസൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പ്രപ്പോസൽ മേക്ക് ചെയ്യണം. ആ പ്രപ്പോസൽ അതർ പാർട്ടി ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോഴേ എന്താവുന്നുള്ളൂ? യഥാർത്ഥത്തിൽ അവിടെ എഗ്രിമെൻ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. അപ്പോൾ ഒന്നാമത്തത് ഈ ഒരു കോൺട്രാക്റ്റിന് വേണ്ടത് നമ്മൾ പറഞ്ഞു എഗ്രിമെൻ്റ് ആണ്. രണ്ടാമത്തെ ഘടകം എന്താണ്? പ്രധാനപ്പെട്ട രണ്ടാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് എൻഫോഴ്സിബിലിറ്റി എന്നുള്ളതാണ്. എന്താണ് എൻഫോഴ്സിബിലിറ്റി?
ലീഗാലിറ്റി ഇൻ ഫ്രണ്ട് ഓഫ് ദി കോർട്ട്, അതിനെ പറഞ്ഞ പേരാണെന്ത്? എൻഫോഴ്സിബിലിറ്റി. അഥവാ കോടതിയുടെ മുന്നിൽ നമ്മളിത് കൊണ്ടുവരുന്ന സമയത്ത് അവിടെ എന്തുണ്ട്? കോടതി അംഗീകരിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് അത് ലീഗലായിട്ടുള്ള ഒന്നാണ് എങ്കിൽ മാത്രമേ എന്താവുള്ളൂ, ആ ഒരു എഗ്രിമെൻ്റ് കോൺട്രാക്റ്റ് ആയിട്ട് മാറുന്നുള്ളൂ. മറ്റൊരു എക്സാമ്പിൾ പരിശോധിക്കാം. ഇപ്പോൾ ഒരു വ്യക്തിയെ, ഇപ്പോൾ നിങ്ങളെ തന്നെ ഒരാളിനെ അടുത്തൊരു കൂട്ടുകാരൻ എന്ത് ചെയ്യാണ്, ഒരു ഡിന്നറിന് ക്ഷണിക്കുകയാണ്. ഡിന്നറിന് ക്ഷണിച്ചു, നമ്മൾ ആ ക്ഷണം എന്ത് ചെയ്തു? സ്വീകരിച്ചു. പക്ഷെ പോയില്ല. നമുക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കി അവൻ കാത്തിരുന്നു. പക്ഷെ നിങ്ങൾ ചെന്നിട്ടില്ല. അവന് കോടതി കയറിയിട്ട് എന്ത് ചെയ്യാൻ കഴിയില്ല? അതിന് എതിരായിട്ട് കേസ് കൊടുക്കാൻ കഴിയില്ല. ഞാൻ ഇന്നൊരാളിനെ ഡിന്നറിന് വിളിച്ചിട്ട് അവൻ വന്നില്ല, അതുകൊണ്ട് എനിക്ക് ഇത്രയൊക്കെ നഷ്ടം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാനായിട്ട് കഴിയില്ല. കാരണം എന്താണ്? അതൊരു സോഷ്യൽ എഗ്രിമെൻ്റ് മാത്രമാണ്. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ബൈക്കിൻ്റെ സെയിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എടുക്കാം. ആ രീതിയിലുള്ളൊരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്? ബൈൻഡിങ് കോൺട്രാക്റ്റ് ആണ്. ഇൻ ഫ്രണ്ട് ഓഫ് ദി കോർട്ട് അതിനെന്തുണ്ട്? ലീഗാലിറ്റി ഉണ്ട്. അത് കോൺട്രാക്റ്റ് ആയിട്ട് പരിഗണിക്കും. അപ്പോൾ ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും 2 ഘടകങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്ന് എഗ്രിമെൻ്റ് ആണ്, രണ്ടാമത്തത് എൻഫോഴ്സിബിലിറ്റി ആണ്. ഓക്കെ, ഈ 2 കാര്യങ്ങളും കൂടി ചേരുമ്പോൾ മാത്രമേ എന്താവുന്നുള്ളൂ, യഥാർത്ഥത്തിൽ കോൺട്രാക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഒരു പിക്ചോറിക്കൽ ഇല്ലുസ്ട്രേഷനിലേക്ക് പോകാം. ഓക്കെ, കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്ത് വരുന്നത് എന്ന് നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഒരു പിക്ചോറിക്കൽ ഇല്ലുസ്ട്രേഷനിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും ഇവിടെ ഈ ഒരു പിക്ചറിനകത്ത് നമ്മൾ കൂട്ടിയോജിപ്പിക്കുകയാണ്. നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി, ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ആവശ്യമുണ്ട്? എഗ്രിമെൻ്റ് ആവശ്യമുണ്ട്, എൻഫോഴ്സിബിലിറ്റി ആവശ്യമുണ്ട്. ഒരു എഗ്രിമെൻ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഓഫർ അല്ലെങ്കിൽ പ്രപ്പോസൽ വേണം, അതുപോലെ തന്നെ അതിനുള്ള ആക്സെപ്റ്റൻസ് വേണം. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, പ്രപ്പോസൽ പ്ലസ് ആക്സെപ്റ്റൻസ്, പ്രപ്പോസൽ പ്ലസ് ആക്സെപ്റ്റൻസ് ആണ് നമ്മൾ എന്ന് പറയുന്നത് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ഈ എഗ്രിമെൻ്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി നമുക്ക് എന്തെന്ന് പറയാം? കോൺട്രാക്റ്റ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇതിൻ്റെ സഞ്ചാരം വരുന്നത്. ഒരു ഓഫർ പ്ലസ് ആക്സെപ്റ്റൻസ് അല്ലെങ്കിൽ പ്രപ്പോസൽ പ്ലസ് ആക്സെപ്റ്റൻസ് നമുക്ക് എഗ്രിമെൻ്റ് എന്നും, എഗ്രിമെൻ്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി എന്നുള്ളതിനെ നമുക്ക് എന്തെന്ന് പറയാം? കോൺട്രാക്റ്റ് എന്ന് നമുക്ക് വിശദീകരിക്കാനായിട്ട് പറ്റും. അപ്പോൾ സെക്ഷൻ 2 ഓഫ് എച്ചിനെ നമ്മൾ പരിചയപ്പെടുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന വേരിയസ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഓഫ് കോൺട്രാക്റ്റ് കൂടി എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ള 4 കാര്യങ്ങളാണ് ഇതിനകത്തുകൂടെ കടന്നു പോകുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാമത്തത് എന്താണ്? പ്രപ്പോസൽ എന്താണ് എന്നുള്ളതാണ്. പ്രപ്പോസൽ എന്താണ് അല്ലേ? വെൻ വൺ സിഗ്നിഫൈസ് ടു അനദർ ഹിസ് വില്ലിങ്നെസ് ടു ഡു ഓർ ടു abstain from doing something with a view to obtaining the assent of that other to such act or abstinence, he is said to make a proposal. സെക്ഷൻ 2 ഓഫ് എ. സെക്ഷൻ 2 ഓഫ് എക്കകത്ത് പറയുകയാണെന്ത്? പ്രപ്പോസൽ അല്ലെങ്കിൽ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തി അയാൾ അറിയിക്കുകയാണെന്ത്? അയാളുടെ വില്ലിങ്നെസ് അയാൾ എന്ത് ചെയ്യുന്നു? മറ്റൊരു വ്യക്തിയെ അറിയിക്കുന്നു. ഹി സിഗ്നിഫൈസ് ടു അനദർ ഹിസ് വില്ലിങ്നെസ്, അയാളുടെ വില്ലിങ്നെസ് അറിയിക്കുന്നു. ടു ഡു ഓർ abstain ഫ്രം ഡൂയിങ്, ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ abstain ഫ്രം ഡൂയിങ്, ആ കാര്യത്തിനകത്ത് നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് എന്ത് ചെയ്യുന്നു? മറ്റൊരാളിനെ അറിയിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഒബ്റ്റെയിനിങ് ദി അസെന്റ് ഓഫ് ദാറ്റ് അതർ, മറ്റൊരു പാർട്ടിയുടെ ആ ഒരു പാർട്ടിയുടെ അസെന്റ് ഓർ കൺസെന്റ് ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ആ ഒരു ആക്ട് അല്ലെങ്കിൽ ആ ഒരു ആബ്സ്റ്റിനൻസ്, അതിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? പ്രപ്പോസൽ അല്ലെങ്കിൽ ഓഫർ എന്ന് പറയുന്നത്. ഈ ഓഫർ എപ്പോഴാണോ ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ അതെന്തായിട്ട് മാറും? അത് പ്രോമിസ് ആയിട്ട് മാറും. എ പ്രപ്പോസൽ വെൻ ആക്സെപ്റ്റഡ് ബിക്കം എ പ്രോമിസ്. അതെന്തായിട്ട് മാറാണ്? അതൊരു പ്രോമിസ് ആയിട്ട് മാറും. സെക്ഷൻ 2 ഓഫ് ബി പറയാണ്. ഓക്കെ, അപ്പോൾ പ്രപ്പോസൽ മേക്ക് ചെയ്തു, ആ പ്രപ്പോസൽ അതർ പാർട്ടി ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറി? പ്രോമിസ് ആയിട്ട് മാറി. ദാറ്റ് മീൻസ് ഒരു കരാറായിട്ടത് മാറി.
ഓക്കെ, ഇനി ആ പറയുന്ന പ്രോമിസ്, ദാറ്റ് മീൻസ് ആ ഒരു എഗ്രിമെൻ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്തായിരുന്നു? എ പ്രോമിസ് ഓർ എ സെറ്റ് ഓഫ് പ്രോമിസ് ഫോമിങ് കൺസിഡറേഷൻ ഈച്ച് അതർ. സെക്ഷൻ 2 ഓഫ് ഇ അല്ലേ? ആ സെക്ഷൻ 2 ഓഫ് ഇ പറഞ്ഞത് എന്താണ്? എ പ്രോമിസ് ഓർ സെറ്റ് ഓഫ് പ്രോമിസ് ഫോമിങ് കൺസിഡറേഷൻ ഈച്ച് അതർ. ഒരു പ്രോമിസ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്രോമിസ് അത് പരസ്പരം കൺസിഡറേഷൻ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ആൻ എഗ്രിമെന്റ്. ഓക്കെ, ഇനി എന്താ കോൺട്രാക്റ്റ്? കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്, കോൺട്രാക്ട് ഈസ് ആൻ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ അറ്റ് ലോ. അപ്പം എന്താണ്? ആ ഒരു എഗ്രിമെന്റിന് എൻഫോഴ്സിബിലിറ്റി കൂടി ഉണ്ടെങ്കിൽ അത് കോൺട്രാക്റ്റ് ആയി. ഇതാണ് ഇതിന്റെ കൃത്യമായിട്ടുള്ള റൂട്ട് എന്ന് പറഞ്ഞത്. ഓക്കെ, അവ പ്രപ്പോസൽ, അതിന് ആക്സെപ്റ്റൻസ് കിട്ടി, പ്രോമിസ്, ആ പറയുന്ന പ്രോമിസ് അത് പരസ്പരം രണ്ട് പാർട്ടീസിനും കൺസിഡറേഷൻ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അത് എഗ്രിമെന്റ്, ആ എഗ്രിമെന്റിന് എൻഫോഴ്സിബിലിറ്റി ഉണ്ടെങ്കിൽ കോൺട്രാക്റ്റ്. അപ്പോൾ ആ ഒരു കൃത്യമായിട്ടുള്ള റൂട്ടിൽ എന്ത് ചെയ്യുക, നമ്മൾ അതിനെ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഇക്വേഷനിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. എഗ്രിമെന്റ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ലീഗാലിറ്റി അല്ലെങ്കിൽ ലീഗൽ ഒബ്ലിഗേഷൻ, ദാറ്റ് മീൻസ് എൻഫോഴ്സിബിലിറ്റി എന്നുള്ളതാണ്. ഓക്കെ, ഈ എഗ്രിമെന്റും എൻഫോഴ്സിബിലിറ്റിയും കൂടി ചേരുന്ന ഈ ഒരു ഭാഗം അല്ലേ, ഇത് രണ്ടും വരുന്ന ഭാഗമാണ് യഥാർത്ഥത്തിൽ എന്തെന്ന് പറഞ്ഞത്? കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എഗ്രിമെന്റ് അതുപോലെ തന്നെ എൻഫോഴ്സിബിലിറ്റി അല്ലെങ്കിൽ ലീഗൽ ഒബ്ലിഗേഷൻ രണ്ടും കൂടി ചേരുന്ന ഈ ഒരു ഭാഗത്തെ നമുക്ക് എന്ന് പറയാം? കോൺട്രാക്റ്റ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഭാഗം എന്താണ്? ഇത് എഗ്രിമെന്റ് മാത്രമാണ്, ഇതതുപോലെ തന്നെ എൻഫോഴ്സിബിലിറ്റി മാത്രമാണ്. രണ്ടും കൂടി ചേരുന്നിടം മാത്രമാണ് യഥാർത്ഥത്തിൽ എന്ത്? അവ രണ്ടു കാര്യങ്ങളും വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് കോൺട്രാക്റ്റ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നമുക്ക് ഇവിടെ പറയാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം എന്താണ് കോൺട്രാക്റ്റ് എന്നുള്ളത്. കോൺട്രാക്റ്റ് ഈസ് ഈക്വൽ ടു എഗ്രിമെന്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി അറ്റ് ലോ. കോൺട്രാക്റ്റ് ഈസ് ഈക്വൽ ടു എഗ്രിമെന്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി അറ്റ് ലോ. ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? കോൺട്രാക്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുള്ള ഒരു ചെറിയ ഒരു ടോപ്പിക് കൂടി ഇതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യാണ്, പറയാണ്. റൈറ്റ് ഇൻ റം ആൻഡ് റൈറ്റ് ഇൻ പേഴ്സണം. നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ചെറിയ രണ്ട് ടോപ്പിക്കുകളാണ് റൈറ്റ് ഇൻ റം ആൻഡ് റൈറ്റ് ഇൻ പേഴ്സണം. എന്താണ് റൈറ്റ് ഇൻ റം? റൈറ്റ് ഇൻ റം മീൻസ് എ റൈറ്റ് എഗെയിൻസ്റ്റ് ഓർ ഇൻ റെസ്പെക്റ്റ് ഓഫ് എ തിങ്. ഒരു സാധനത്തെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കുറിച്ചിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ന് പറയാ? റൈറ്റ് ഇൻ റം എന്ന് പറയാം. ദി റൈറ്റ് ഇൻ പേഴ്സണം മീൻസ് എ റൈറ്റ് അഗെയിൻസ്റ്റ് ഓർ ഇൻ റെസ്പെക്റ്റ് ഓഫ് എ പേഴ്സൺ. ഒരു പേഴ്സണുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടതായുള്ള റൈറ്റ്സ് അത് ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങളാണ് വരുന്നതെങ്കിൽ അതിന് നമ്മൾ പറഞ്ഞ പേരാണെന്ത്? റൈറ്റ് ഇൻ പേഴ്സണം എന്ന് പറയുന്നത്. നമ്മളെ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പേഴ്സൺസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദാറ്റ് മീൻസ് രണ്ട് ആളുകൾ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ആളുകൾ തമ്മിലുള്ള എഗ്രിമെന്റ്, കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതായതുകൊണ്ട് ഇവിടെ ആളുകൾക്കാണ് എന്തുള്ളത്? പ്രാധാന്യമുള്ളത് എന്നതുകൊണ്ട് തന്നെ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് ഡീൽ ചെയ്യുന്നത് എന്താണ്? റൈറ്റ് ഇൻ പേഴ്സണമാണ്. ഓക്കെ, അപ്പോൾ ഒരു കൺസെപ്റ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ റൈറ്റ് ഇൻ പേഴ്സണം, റൈറ്റ് ഇൻ റം. റൈറ്റ് ഇൻ പേഴ്സണം പേഴ്സൺസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. റൈറ്റ് ഇൻ റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്സുമായിട്ട് അല്ലെങ്കിൽ സാധനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് ഡീൽ ചെയ്യുന്നത് ഏതാണ്? റൈറ്റ് ഇൻ പേഴ്സണമാണ് എന്നത് കൂടി എന്ത് ചെയ്യുക, ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വെക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.